സമൂഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരുപാട് പേര് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ സ്റ്റാറ്റസ് വെച്ചിരിക്കുകയാണ്. 10,000 ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ വന്ന് ദർശനം നടത്തിയ വലിയ ചടങ്ങിന്റെ ഭാഗമായി ഈ മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന തിരൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ജനങ്ങളെല്ലാം ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ നമ്മൾ അന്ന് വീഡിയോ ചെയ്ത പോലെ അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുക ചെയ്തത്. അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഭക്ഷണമായിട്ടും എന്തായിട്ടും ഒരു ഡിസ്റ്റർബൻസോ ഒരു റോങ് ആയ വാർത്ത പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായില്ല. എല്ലാം പോസിറ്റീവ് വാർത്തകൾ മാത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നിട്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ്. സുഹൃത്തുക്കളെ, ഇതോട് കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഉണ്ടാക്കുന്ന പരിപാടി നിർത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കണമായിരുന്നു എന്ന് ആഗ്രഹിച്ചിടക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഒരു സങ്കട വാർത്തയാണ്. മലപ്പുറത്ത് നമുക്ക് ഇനിയിപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു കുംഭമേള നടന്നായിരുന്നു. കുംഭമേളല്ല, മാഘമാസം. എന്തായാലും ആ മാഘ ആഘോഷം കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, മലപ്പുറം ജില്ലയെ എന്നത്തെയും പോലെ ഒക്കെ ഒന്ന് ചീത്ത പറയണം എന്നൊക്കെ പ്രതീക്ഷയുമായിട്ട് ഒരുപാട് പേര് നടന്നിരുന്നു. പക്ഷെ നടന്നില്ല. അവർ പ്രതീക്ഷ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അതിന്റെ വിഷമം ചില ആളുകൾക്കുണ്ട്. എന്തായാലും അടുത്ത തവണ ഇത് 40 ദിവസം അത്ര ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോണേ. ഇത്രയേ ഉള്ളൂ. മലപ്പുറംകാരെ നിങ്ങൾ കരുതി കൂട്ടിയിരിക്കുക. 40 ദിവസമാണ് അടുത്ത വർഷം മാഘ ആഘോഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വസ്തുവകകൾ വരുത്തുക, പറമ്പൊക്കെ വൃത്തിയാക്കി ഇടുക, വാഹന പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുക, വരുന്നവർക്ക് ഭക്ഷണം 40 ദിവസമല്ലേ, അപ്പോൾ അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏർപ്പാടാക്കുക. വാഹനങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ഓടാനുള്ള ശ്രമത്തിലൊക്കെ വണ്ടികളൊക്കെ റെഡിയാക്കി വെക്കുക. ഇതല്ലാതെ വേറൊന്നും നടത്തൂല അവര്. ഇതൊക്കെ തന്നെ നടത്തുള്ളൂ. എന്നാൽ ചില ആളുകളൊക്കെ ചോദിക്കുന്നത്, അല്ല സുഹൃത്തെ, ഇതിന് വല്ല രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതിന്? ഈ കുംഭമേളയ്ക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. കുംഭമേളയ്ക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അതൊരു ഹിന്ദു മതാചാര പ്രകാരമുള്ള പരിപാടിയാണ്. അത് കുറെ കാലമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നതുകൂടി അതിൻ്റെ ഒരു ഉത്തരമാണ്. രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട്. എല്ലാ മതവിശ്വാസ സംഗതിയും ഇപ്പൊ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കുംഭമേളയ്ക്ക് വന്ന ഒരു ദൃശ്യം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമസ്കാരം. അയ്യോ, നിങ്ങളല്ല വേറെ സംഗതിയാണ്. ആ പോകുന്നത് BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയ്ക്ക് ഒരു രാഷ്ട്രീയ മുഖമുണ്ട്, ഒരു തീവ്ര വലതുപക്ഷ മുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾക്ക് എഴുതാം. ഞാൻ കുറച്ചു വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതേ ഉള്ളൂ. കുംഭമേളയ്ക്ക് രാഷ്ട്രീയ മുഖമുണ്ടോ ഇല്ലയോ, ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്ത് തീർച്ചയായിട്ടും എഴുതിയേക്കാം. ഒരു കമൻറ്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. എല്ലാ കമൻറ്റും അവിടെ കിടക്കുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എഴുതാം. നോക്കൂ, അടുത്തൊരു സംഗതി നിങ്ങൾ കേൾക്കന്നെ വേണം. എവിടെ ഒന്നും നിങ്ങളോട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്, ഇത് RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഗണഗീതം എന്നൊക്കെ പറയും. അവരുടെ ഒരു പാട്ടാണ്. ഈ പാട്ട് കുംഭമേളയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള ഒരാൾ ചോദിക്കേണ്ടത്. ആ ചോദ്യം ഞാനും ചോദിച്ചോളുന്നു. ഈ പാട്ടും കുംഭമേളയും തമ്മിൽ എന്താണ് ബന്ധം? ഈ പാട്ടും പാലാഴി മധുരവും തമ്മിൽ എന്താണ് ബന്ധം? ഇതും ഈ മാഘമഹോത്സവം തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബന്ധവുമില്ല എന്നൊക്കെ
ഉത്തരം പറയേണ്ടി വരും. എന്നാൽ ഇതിന് അടിയിൽ ചില ആളുകളൊക്കെ കമന്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ആ കമന്റ് കൂടി നമുക്കൊന്ന് വായിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. ചില കമന്റുകളൊക്കെ ഇങ്ങനെയാണ്: അതിലത്തെ ഒന്ന് ഗംഭീരമായിട്ടുള്ള സംഗതിയാണ്, അത് അടിപൊളിയാണ്. അതിപ്പോൾ വായിച്ചു തരാൻ എനിക്ക് വലിയ പ്രയാസമുണ്ടെന്ന് ഞാൻ എനിക്ക് കടക്കുന്നില്ല. ഒരാൾ നാണക്കേട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരാൾ നമസ്തേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ നിങ്ങൾ വന്നില്ലല്ലോ എന്ന രീതിയിലൊക്കെ രസകരമായ കമന്റ് ഉണ്ട്. ഒരാള് BJP RSS അജണ്ട കേരളത്തിൽ നടപ്പാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പരിപാടി. കേരള സംസ്കാരത്തിൽ കേട്ടുകേൾവില്ലാത്ത ആചാരങ്ങൾ. ശരിയാണ്. ഉത്തരേന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ആചാരം കേരള മണ്ണിലേക്ക് പറിച്ചു നടാൻ ഉള്ള RSS അജണ്ട അത്രയേ ഉള്ളൂ എന്ന് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. മിക്ക ആളുകളും അങ്ങനത്തെ കമന്റ് അടിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ തൊഴുതു പോയിട്ടുണ്ട്. ഗീതവും പക്കമേളവും തകർത്തു. ദുർഗയെ കുംഭമേള കാണിക്കൂ, രാഷ്ട്രീയ നേതാവിനെ ഫോക്കസ് ചെയ്യാനല്ല, രണ്ടും രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാള് അങ്ങനെ കമന്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിലത്തെ ഫസ്റ്റത്തെ കമന്റ്, ഏതെങ്കിലും രാജ്യത്തെയോ മണ്ണിനെയോ പൂജിക്കാനല്ലല്ലോ വേദങ്ങൾ പറയുന്നത്. ദൈവം ഏകനാണെന്നും രണ്ടൊന്നില്ലെന്നും ഇറ്റ്സ് ഓൺലി വൺ വിത്തൗട്ട് എ സെക്കൻഡ് ചാന്തോക്യോപനിഷത്തില് 6:2:1 പറയുന്നു. പിന്നീട് ഈ ലോകത്ത് അവന് യജമാനില്ല, ഒരു ഭരണാധികാരിയുമില്ല, അവന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അടയാളവുമില്ല, അവൻ കാരണവനാണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്, അവന് മാതാപിതാക്കളില്ല, അവന് നാഥനായിട്ട് ആരുമില്ല. യജുർവേദയിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വേദങ്ങൾ പിന്തുടരൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത്. ഹിന്ദു എന്ന വാക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് കിട്ടിയതാണ്. പേർഷ്യക്കാരും മറ്റും ഇന്ത്യക്കാരും മൊത്തത്തിൽ വിളിച്ചൊരു പേരാണ്, അതല്ലാതെ ഒരു പ്രത്യേക ഒരു കൂട്ടത്തിന്റെ പേരൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് നല്ല കൃത്യമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഉത്തരം നൽകുന്ന ആളുകളുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ പാട്ടവിടെ വന്നോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാം സംഘപരിവാരുകാർ വിലക്കെടുത്തു. കുംഭമേള അല്ലെങ്കിൽ മാഘമാസ ആഘോഷം സംഘപരിവാരുകാർ വിലക്കെടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് സംഘപരിവാരുകാരുടെ ഒരു പരിപാടിയായിട്ട് കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും കണ്ടിട്ടുണ്ട് എന്നുകൂടി ചില വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം TV അല്ലാതെ വേറെ ഒരു മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഇതിനെപ്പറ്റിയൊരു വാർത്തയും കൊടുത്തില്ല. പ്രോഗ്രാം മുഴുവൻ കഴിഞ്ഞപ്പോഴും മനോരമ പോലുള്ള ചാനലുകളൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ് കിട്ടാൻ വല്ല വാർത്തയുണ്ടോ എന്ന രീതിയിൽ അവിടേക്ക് വന്നിരുന്നു. എന്നാൽ അതേസമയം തന്നെ എന്തെങ്കിലും തരത്തിൽ മലപ്പുറം ജില്ലയിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം അതിലത്തെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗംഭീര വാർത്തയായി മാറിയനെ. അതിഗംഭീര വാർത്തയായിട്ട് മാറും, കലാപത്തിന് കാരണമായിട്ട് മാറുന്ന ഒരു സംഗതിയായിട്ടൊക്കെ മാറിയനെ. ഭാഗ്യത്തിനല്ല, മലപ്പുറംകാര് നല്ല മനുഷ്യരാണ്, അതുകൊണ്ട് പച്ചമലത് പറയില്ല, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്നാൽ ഇത്തരം പാട്ടുകളും BJP നേതാക്കന്മാരുടെ എവിടേക്കുള്ള എൻട്രിയും സുരേഷ് ഗോപി വന്നു, ഇപ്പൊ ആ 2 BJP നേതാക്കന്മാരെങ്ങൾക്കും കണ്ടു. ഇത്തരം ആളുകളൊക്കെ എൻട്രിയോട് കൂടിയിട്ട് അതൊരു പക്ക RSS അജണ്ട നടപ്പിലാക്കാനുള്ള പ്രോഗ്രാമാണ് എന്നും വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചോദ്യം എൻ്റെ വീഡിയോസിൽ കഴിച്ച കുറച്ച് നാളുകളായിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യസന്ധമായിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ.